കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി.എച്ച്. മുസ്തഫ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഖബറടക്കം രാത്രി 8-ന് മാറമ്പള്ളി ജമാഅത്ത് പള്ളിയിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നകന്ന് ഏറെ നാളുകളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ടി.എച്ച്. മുസ്തഫയെ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പുലർച്ചെ 5:30-ന് അന്ത്യം സംഭവിച്ചു. ആലുവ മാറമ്പള്ളിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം രാത്രി 8-ന് മാറമ്പള്ളി ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കും. 5 തവണ MLA-യും 1991-95 കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായിരുന്നു. കോൺഗ്രസിലെ കെ കരുണാകരൻ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1977 ആലുവയിൽ നിന്നാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. പിന്നീട് 4 തവണ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നും MLA ആയി. 14 വർഷം എറണാകുളം DCC പ്രസിഡന്റായിരുന്നു. KPCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചു. ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലം സംസ്ഥാനത്ത് INTUCയുടെ നേതൃനിരയിലും പ്രവർത്തിച്ചു. 1941 ഡിസംബർ 7-ന് TKM ഹൈദ്രോസിൻ്റെയും ഫാത്തിമ ബീവിയുടെയും മകനായി എറണാകുളം വാഴക്കുളത്താണ് ജനനം. യൂത്ത് കോൺഗ്രസിലൂടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായത്. പതിറ്റാണ്ടുകളോളം മധ്യകേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന ജനകീയനായ ഒരു നേതാവിനെയാണ് ടി.എച്ച്. മുസ്തഫയുടെ വിയോഗത്തിലൂടെ കേരള രാഷ്ട്രീയത്തിന് നഷ്ടമായത്. കൈരളി ന്യൂസ്, കൊച്ചി.